Hi friends, welcome back to Yumi and Kerala. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് പെരളനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ബീഫാണ്. ഇത് നുറുക്കി നന്നായിട്ട് കഴുകി വാരി വെള്ളം വാർന്നു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് 2 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് ഒരു 4 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. 2 വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് പുരട്ടാം ഈ മസാല എല്ലാം ഇറച്ചിയിൽ. ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഇറച്ചിയിൽ തന്നെ വേകുമ്പോൾ വെള്ളമൊക്കെ ആയിക്കോളും. അതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് നമുക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. ഞാനിതിലോട്ട് 2 ഇല വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മൾ ഇറച്ചി വേവിച്ചപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ കുറവായിരുന്നു. ഇച്ചിരിയും കൂടെ ഒഴിച്ചു. മസാല ഒന്ന് മൂത്തതിന് ശേഷം നമുക്കതിലോട്ട് 2 തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് തക്കാളി ഒന്ന് വേവുന്നതിന് വേണ്ടി മൂടി വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം.
വെജിറ്റബിൾസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ബീഫിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പെരളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ബീഫ് പെരളൻ റെഡി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പം ബീഫ് പെരളൻ ഞാനൊരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ അല്ലെങ്കിൽ കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തൂ, എല്ലാവർക്കും ഷെയർ ചെയ്യൂ. താങ്ക്